സോലേസലോട്ടർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 50 ഗെയിംസ് എന്ന ആ ഒരു അച്ചീവ്മെന്റിന്റെ രണ്ടാമത്തെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ആദ്യത്തെ ഗെയിമായ ഗ്രാനി 1ന്റെ 2 ആണ് കളിക്കാൻ പോകുന്നത്, അതായത് ഗ്രാനി 2. അപ്പോൾ ഇത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഗ്രാനി 1 എൻ്റെ ചാനലുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലുള്ള മറ്റു വീഡിയോക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് പോവാം. ഗെയിമിലോട്ട് പോകുമ്പോൾ ഇവിടെ ഗ്രാൻഡ് പേ എന്നാണ് കൊടുത്തേക്കുന്നത്. ഗ്രാനി 2, അതായത് ഗ്രാൻഡ് പേയുടെ ഗെയിം തന്നെയാണ്. ഗ്രാൻഡ് പേ ഉണ്ട്, പിന്നെ ബോത്തുണ്ട്. ഇവിടെ ഒരാളെ തന്നെ ഇതാക്കിയിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. അപ്പം രണ്ടുപേരും കൂടെ ആയാൽ പിന്നെ പറയണ്ടല്ലേ. മതി അതൊക്കെ മതി, നോർമൽ മതി. നമുക്ക് എന്തായാലും ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാം. ഡേ 1. ഉറക്കം എണീറ്റ്. എന്നിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കത്തില്ലേ? അതൊരു ഡൗട്ടാണല്ലേ. ഡോറ് തുറന്ന് പുറത്ത് പോവുക. ക്രൗബാർ വെച്ച് എന്തോ തുറക്കണം. ഇരിക്കട്ട്. വേറെ എന്തൊക്കെയോ റൂമുണ്ട്. എന്താണ്? അയ്യോ, അത് നോക്കുന്ന സമയം കൊണ്ട് ബാക്ക് ചെയ്ത് വന്ന് തോണ്ടി വിളിക്കും. അതൊക്കെയാണ് പ്രത്യേകിച്ച് അയാളുടെ ഹോബി. നമ്മൾ പിന്നെയും ഡേ 2 ആണേ. അയാൾ എവിടെ പോയി? ഒരു കാര്യം ഉണ്ടായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. ഇതെന്തൊരു ഒക്ടോബസ് വെള്ളത്തിൽ ഒക്ടോബസ്. ഇതെന്ത്? പയ്യെ മേളിപ്പോവാ. മേലോട്ടൊരു ഇത്. ഇതാണല്ലേ. ഓക്കെ. കൊള്ളാം. ഇതെന്തുവാടാ മേലോട്ട് പോകുമ്പോ എന്തിനു താഴോട്ട് പോന്നേ? മാറ് അത്. ഇത് തുറക്കാൻ സ്ക്രൂ ഡ്രൈവർ എന്തോ വേണമെന്ന് തോന്നുന്നു. മെത്ത. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് കുറച്ചൊന്ന് കൂട്ടാം. ഒന്നും കേൾക്കുന്നില്ലല്ലേ. ഇറങ്ങാം. നമ്മൾ പേടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. ഇല്ല, ഇവിടെ ആരും ഇല്ല. എന്തോ ഒരു സാധനം ടേബിളിന്റെ പുറത്തിരിക്കുന്നേ. ഇതെന്തോ സാധനം? പീസ് ഓഫ് പിക്ചർ. പടം കിട്ടിട്ട് ഞാൻ എന്തോ ചെയ്യാന്? പോലെ ഗണ്ണോ അങ്ങുള്ളത്. ആഹാ, അയ്യോ, ചത്ത്. ബൈ. ഇങ്ങേരും കട്ടിലടി വരുമല്ലേ. നന്ദി. സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നല്ലേ. കൊള്ളാം. ഗ്രാൻഡ്പ. ഇത്ര പെട്ടെന്ന് ഡേ 2 കഴിഞ്ഞ് ഡേ 3 ആയി. ഒരു തരത്തി ജീവിക്കാൻ വിടത്തില്ലോടാ. ഇതെന്താ വഴി? അൽഹംദുലില്ലാ. എന്ത് താഴോട്ടോട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്ങനെയും മേളിൽ കയറണം. വരുന്നെങ്കിൽ അറിയാൻ പറ്റൂല്ലേ. ഇതിനും മേളോട്ടൊരു വഴിയുണ്ട്. എന്തോ ഒരു മ്യൂസിക് ഫസ്റ്റ്.
ഇതാ പിന്നെയും പിക്ചർ. എനിക്ക് പിക്ചർ ഇട്ടിട്ട് എന്താ ചെയ്യാനാ? എന്തൊരു ഹാൻഡ് വീല്. നോക്കി വെച്ചോ. ഇപ്പൊ വരുമല്ല ബാക്കിൽ നിന്ന്. അതൊക്കെ എന്തെങ്കിലും ഒന്ന് വെച്ചൂടെ? ഇവിടെ ഒന്നുമില്ലേ? ഡോർ ലോക്ക്, ട്രാപ്പ്. സ്പാർക്ക് പ്ലഗ് ഇതെവിടെ കൊണ്ട് വെക്കും ഞാൻ? ഇതെന്തിര്? സ്റ്റിയറിങ്. കേറാ. ഇനി അയാൾ ഇങ്ങോട്ട് വരുമോ? ഇതെന്തോ ഇവിടെ നീ പെയിന്റിങ് ഉണ്ട് വെക്കണ്ട. അവിടെ വരൂ. ക്വസ്റ്റ്യൻസ് മാത്രം. ഇപ്പൊ വരും. ഇതിനകത്തൊന്നും മിക്കവാറും ഒന്നും കാണത്തില്ല. വേറെ ആരോ കളിക്കുന്ന പോലത്തെ ഒരു സൗണ്ട്. ക്രൗബാർ കിട്ടി. സ്പാർക്ക് പ്ലഗ് സൗണ്ട് കേട്ടില്ലല്ലേ? ക്രൗബാർ. നമുക്ക് ക്രൗബാർ വെച്ച് അയാളെ കൊല്ലാൻ പറ്റുമോ? ഇങ്ങേർക്കൂടെ വരാൻ പറ്റത്തില്ലല്ലേ? ശരി. എന്തുകൊണ്ടും കുറച്ച് സേഫ് പ്ലേസ് ആണിത്. പെയിന്റിങ് അല്ല ഇവിടെ കൊണ്ട് വെക്കണം. ആഹാ, ഓ അന്നത്താണ് അത്. ഇവിടെ ഇപ്പോണ്ട് ഇറങ്ങാ പറ്റിക്കാൻ നിൽക്കുക. ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ടോ. ചെല്ല്. അങ്ങനെ കണ്ടില്ല എന്നെ. പോയാ ഒളിച്ചിവിടൊക്കെ നിൽക്കും. ഭയങ്കര സന്തോഷമാണ്. എങ്ങോട്ട് പോയി? പോന്നു. ഞാൻ ഇതുവഴിയാ വന്നേ. ഇത് മാറ്റുന്നു. ഞാൻ ഇതുവഴിയാ വന്നേന്നൊരു പിടുത്തമില്ലല്ലേ. ഇതല്ല. അങ്ങനെ പോയ വഴിയാണ് ഞാൻ വന്നേ. പേടിക്കണം. ദാണ്ട വഴി. ഇതല്ലേ ക്രൗബാർ വെച്ച് കിടക്കണ്ട. അയ്യോ, വരുന്ന നോക്കട്ടെ. ആരെ കാണുന്നില്ലല്ലേ? ഇവിടെ എവിടെയോ ഉണ്ട്. ചങ്ങല ഇട്ടിട്ടാണ് വരുന്നത്. ചങ്ങലല്ല, ചെലങ്ക. മലയാളി പ്രേതാണ്. സൗണ്ട് കേൾക്കാത്ത ഈ ബെഡിലോട്ട് ക്രൗബാർ എറിയാം. ഇപ്പോ തേഞ്ഞു. എന്ത് ചെയ്യുമ്പോഴും സൗണ്ട് ഉണ്ടോ നോക്കണം. സേഫ് കീ. ഇതിനെ അവിടെ കൊണ്ട് കുത്തും. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ വേണ്ട.
ഹാൻഡ് വീല് അതെവിടെ കണ്ടായിരുന്നല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവിടെ ചെല്ലുമ്പോ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. അയ്യോ എന്തൊരു വലിയ കട്ടില് ഇല്ലേ, നമ്മ കേറി വരുമ്പോ ഒട്ടും കാണത്തില്ലല്ലേ. ഇയാള് സൗണ്ടേ ഉണ്ടാകത്തോളൂ, മറ്റവരെന്തൊക്കെയോ പിറുവിടുത്തിട്ട് പോകും, ഇങ്ങനെ സൗണ്ടേ ഉണ്ടാകത്തോളൂ. പോകുന്നു അയാളുടെ കയ്യിൽ ക്രൗബാർ പോലത്തെ എന്തോ സാധനം. സേഫ് കീ. കട്ടിംഗ് പ്ലെയർ. ഓക്കെ ഇതെന്തിരി ഹെലികോപ്റ്റർ മാനുവൽ. കിട്ടി, അതിരിക്കട്ട്. ഈ ഡ്രോയർ വന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലേ, സന്തോഷം. ഇവിടെ ഉണ്ടായിരുന്ന 3 ആവുമ്പത്തേക്ക് ഈ സാധനം വരും, ഈ ഫ്രണ്ടിൽ സാധനം. സേഫ്റ്റി എവിടെ കൊണ്ട് തുറക്കും? അയാള് മേളില. ഇവിടെ സേഫാ. ഞാൻ സേഫാണ്. ഈ സേഫ്റ്റി ഉണ്ടല്ലേ, അപ്പൊ ഞാൻ സേഫ് അല്ലേ? അതെന്തൊരു ഇതില് ഇതൊക്കെയോ തുറക്കുന്ന ഷോട്ട് ഗണ്ണാ, സ്റ്റൺ ഗണ്ണാമോ, ഡ്രോപ്പ് ഗണ്ണായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഗണ്ണ് തന്നെ കിട്ടി. ഇവിടെ എന്താ ചെയ്യണം? റൂബിയ പട്ടിക്ക് തീറ്റ എടുക്കാൻ വന്ന്. ഇവിടെ ഒരു ചലന്തി പോലത്തെ ഒരു ജീവിയുണ്ട് ഗൈസ്. അത് പറഞ്ഞ് ബൂഗിയ. ഉണ്ട് അയാളോടെ ഉണ്ട്. കീ ഇവിടെ കിടക്കട്ടെ. കീ എവിടാന്ന് ഓർത്ത് വെച്ചോ. അതിന് റെഞ്ച് എവിടാ മേളില? ഇവിടെ ഫുള്ള് റെഞ്ചാ വേണ്ടല്ലേ? എണീരി. അമ്മച്ചിയുടെ സൗണ്ടുള്ള ഒരു പാട്ട് വന്നു. അപ്പൊ അയാൾ താഴെ എവിടെയാ? മേളിലോട്ട് പോവാം. ചിക്കൻ അല്ല ജീവിക്കിട്ട് കൊടുക്കാൻ. രണ്ട് മിനിറ്റാണ്ട് ഷോക്ക് അടിപ്പിച്ച് കിടത്താൻ പറ്റും. ഈ പ്ലെയർ നമ്മളെവിടെ? അയ്യോ ഡേ 4 ആയി. 2 ഡേ വെറുതെ പോയി ഗൈസ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫുള്ള് ബ്ലഡായി. സ്ക്രീൻ ഫുള്ള് ബ്ലഡായി. ഈ ബ്ലഡും വെച്ചിട്ട് കളിക്കണം. ഏകദേശം ചാവാറായി, അത്രേ ഉള്ളു. ഇതൊക്കെ തുറന്ന് നമ്മൾ ഇട്ടേക കാലത്ത് തന്നെ സാധനങ്ങൾ അവിടെ തന്നെ കിടക്കൊല്ലേ. എവിടാ നമ്മളിപ്പോ ചത്ത? ഗണ്ണ് എവിടെ ആയിരിക്കും? ഇവിടാണ്ടിട്ട് ഇപ്പൊ ചത്ത ദാണ്ട കിടക്കുന്ന ഗൈസ്. ഏട് ആള് ഇതുവഴി വന്ന് ഇതുവഴി ചത്ത്.
ഷൂട്ട് ചെയ്ത് എന്തിയെ അന്ന് ഇട്രാ കുത്തിയിരിക്കണ. ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. പിക്ചർ അബീബ് അതാണ്ട് ഇതെന്തിന് ആൻവീൽ. വെയിറ്റ്, ഞാൻ താഴോട്ടൊന്ന് പോട്ടു. താഴോട്ട് പോവുക. മണി അടിക്കുന്നില്ല. ഇതെന്തൊരു സ്ഥലം? ഹെലികോപ്റ്റർ കീ. കൊള്ളാം, അതും കിട്ടി. ഇതെന്തൊരു ഈ വഴി മനസ്സിലായല്ലേ? ഈ വഴി അപ്പുറത്തെന്നാലും ആ വഴി തന്നെ ഇല്ലേ? പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു വഴി. ഈ വഴി താണ്ട് ഈ വഴി അല്ലുമ്പോ ഈ വഴി ഒളിക്കാനായിരിക്കും നമ്മളിങ്ങനെ. ഓ മൈ ഗാഡ്, ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എനിക്ക് നേരെ അങ്ങ് പോയാ പോരായോ? ഈ ഹെലികോപ്റ്ററിനകത്ത് വെക്കുമ്പോ എന്തുവാ? വീലെവിടാ നോക്കട്ടെ. ഓഹോ, നല്ല പാട്ട്. വെള്ളത്തിൽ വീഴല്ലേ. ഇവിടെ എന്താ വേണ്ടത്? പാഡ് ലോക്കി. അങ്ങേറെ കഴുത്തിലൊരു കീ കിടക്കുന്നുണ്ടല്ലേ. അതുകൂടെ നോക്കട്ടെ. ഇയാളെ ഇതിൻ്റെ അകത്തിട്ട് ഞാൻ പൂട്ടുന്നു. നോക്കോ. കൊന്നിട്ട് പോടാ. കഴിഞ്ഞ് കൈസ്, നമ്മുടെ കഥ കഴിഞ്ഞ്. ഓ എനിക്ക് തോന്നി. ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും മൃഗീയമായിട്ടാണ് ഇവര് കൊല്ലുന്നത്. ഞെരുങ്ങി തീർന്ന്. ഈ ഗെയിം ഇത് ഭയങ്കര പാടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഗ്രാനിക്കാണെങ്കിൽ ഒരു 2 സെക്കൻഡേലും താമസിച്ചു വരും. പക്ഷെ ഇങ്ങേരങ്ങല്ല. ഇങ്ങേര് എവിടെ നിന്നാലും ഓടിഞ്ഞ് വരും. പറ്റിക്കാനൊക്കെ എളുപ്പമാണ്. കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഞാൻ ഈ ഗെയിമൊന്നും അധികം അങ്ങനെ കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ല. അറിയാവുന്നവരുണ്ട്, പിന്നെ ബഗ്ഗൊക്കെ അടിച്ച് രക്ഷപ്പെടുന്നവരുണ്ട്. ഈ വാളിനകത്തൂടെ ഒക്കെ കയറി രക്ഷപ്പെടാൻ പറ്റുന്നതും ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കട്ടെ. അപ്പം ഈ ഗെയിമിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യ്. അതല്ല വേറെ ഗെയിമാണ് വേണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യ്. എനിക്ക് ഈ ഗെയിം വേണ്ട. എനിക്ക് ഇതിനകത്ത് എന്തോ കളിക്കാനാണ് ഞാൻ. ഇതൊക്കെ മടുത്ത്. ഈ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മടുത്ത് പോകത്തില്ലേ? അപ്പം അടുത്തത് നമ്മളിനി ഇത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതല്ല അടുത്തത് ഇനി നമ്മൾ ചിലപ്പം ഇതിൻ്റെ 3 ആയിരിക്കും കളിക്കാൻ പോകുന്നത്. 3-ക്കകത്ത് ഈ നിൽക്കുന്ന 2 പേരും പിന്നെ വേറൊരു സാധനം കൂടെ വരും. ആ സാധനത്തിനെ വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞതെല്ലാം ചെയ്യുക. അപ്പം നമുക്കിനിയും പുതിയൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. അപ്പം എല്ലാവർക്കും ബായ്.